ഉറപ്പിച്ച് ഞാൻ പറയാം, സംശയിക്കേണ്ട, ഒരു മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും. 75 വയസ്സ് കഴിയുമ്പോൾ ഔദ്യോഗിക ചുമതലകൾ വേണ്ടെന്ന് പാർട്ടിയല്ലേ തീരുമാനിച്ചത്, മാധ്യമങ്ങളല്ലല്ലോ. യാതൊരു സംശയവും വേണ്ട, ഒരു നവകേരളം ഇവിടെ യാഥാർത്ഥ്യമാവും. ഒരു നവത്തിന്റെ ആവശ്യമില്ല. ഈ പാർട്ടി കേരളത്തിൽ ഇല്ലാതെയായാൽ ഒരു സംശയവും വേണ്ട, കേരളം നവമായിക്കോളും. കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും? ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കി എങ്ങനെ മാറ്റാൻ കഴിയും? അതിനെ സംബന്ധിച്ച ഒരു വികസന പരിപ്രേക്ഷ്യം ആദ്യമായി സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ്. ആ രേഖയുടെ പേരാണ് നവകേരളവും പാർട്ടിയുടെ കടമകളും എന്ന രേഖ. ഇതാണ് ആ രേഖ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു അത് അവതരിപ്പിച്ചത്. ഏറ്റവും ഫലപ്രദമായ ചർച്ച, ഉൾക്കാമ്പുള്ള ചർച്ച, പ്രകാശം പരത്തിയ ചർച്ച, നല്ല പ്രതീക്ഷ നൽകിയ ചർച്ച. അതിനെ തുടർന്ന് ആ രേഖ അംഗീകരിക്കുകയും ആ രേഖയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന് വീണ്ടും കേരളത്തെ നവീകരിക്കുന്നതിനും ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് നവകേരളവും അതുപോലെ തന്നെ പുതിയ വഴികളും എന്ന ഒരു സമഗ്ര രേഖ. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഒരനുഭവമായിരുന്നു. ഞാൻ പ്രസിഡിയത്തിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ആ പ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്തൊരു മനോഹരമായിട്ടുള്ള അവതരണം! ഓരോ പ്രതിനിധിയും ആ രേഖയുടെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ യാതൊരു സംശയവും വേണ്ട, ഒരു നവകേരളം ഇവിടെ യാഥാർത്ഥ്യമാവും. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്നൊരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. ഉറപ്പിച്ച് ഞാൻ പറയാം, സംശയിക്കേണ്ട, ഒരു മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പാർട്ടിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുക, ഒരു മിനിമം 50% ജനങ്ങളുടെയെങ്കിലും അംഗീകാരം വാങ്ങാൻ സാധിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക, വർഗീയത ഉയർത്തുന്ന നവഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി പരമാവധി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ സാർവത്രികമായി ഈ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുക. അതേതായാലും നന്നായി. അതും നന്നായില്ലേ? അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പാർട്ടി ഏറ്റവും ശക്തമായൊരു പാർട്ടിയായി മാറും. അതിന് പറ്റുന്ന കർമ്മ പദ്ധതികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. അയ്യോ, നിർത്തലത്തിന്റെ വളിച്ച തമാശ. ഉറപ്പിച്ച് ഞാൻ പറയാം, കേരളത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഒരു നവകേരളം ഇവിടെ യാഥാർത്ഥ്യമാവും. ഇത്രയും ഉറപ്പിച്ച് പറയാൻ ഈ ആരടാ? CID-യോ? പിണറായിയാണ് പാർട്ടിയെ നയിക്കുന്നത്, പിണറായിയാണ് ഗവൺമെൻറ്റിനെ നയിക്കുന്നത്, പിണറായിയാണ് എല്ലാം നയിക്കുന്നത്. ഏതോ ഒരു മുകളിൽ നിന്ന് പിണറായി തീരുമാനിക്കുന്നു, പിന്നെ പാർട്ടി ഘടകങ്ങളതനുസരിക്കുന്നു, യജമാനൻ ആജ്ഞാപിക്കുന്നു, ഭൃത്യന്മാർ അതനുസരിക്കുന്നു. അതല്ലേ ഈ പാർട്ടി? ഇതൊരു ജനാധിപത്യ കേന്ദ്രീകരണ തത്വമുള്ളൊരു പാർട്ടിയാണിത്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഏത് പ്രഗത്ഭനായിട്ടുള്ള മന്ത്രിയായാലും ശരി, നേതാവായാലും ശരി, ഈ പാർട്ടിയെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഈ പാർട്ടിയുടെ ഘടന അങ്ങനെയാണ്. അന്തരിച്ചു MK ദാമൻ വക്കീൽ എന്നോട് പറഞ്ഞത്, ബാല, കോടതിയിൽ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ എന്ത് പറയാൻ പാടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച ധാരണ ഒരു വക്കീലുണ്ടാകണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു കേഡർക്ക് എന്ത് പറഞ്ഞുകൂടാ എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകണം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. ഫ്ലാഷ് ബാക്ക്. സന്ദീപ് വാര്യർ വഴിയൊക്കെ എടുക്കാൻ പറ്റും. സംശയം എന്താ? ഞാൻ പറഞ്ഞില്ലേ, നമ്പർ 1 കേഡറാവും അയാൾ. നിങ്ങൾക്ക് അയാളെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല. നമ്പർ 1 നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആവും. ജനങ്ങളോടൊപ്പം നിന്ന് പിടഞ്ഞു വീണ് മരിച്ച
സഖാവ് വഴീക്കോടനെ പോലുള്ള, കുഞ്ഞാലിയെ പോലുള്ള, ഭാർഗവിയെ പോലുള്ള, നീലകണ്ഠനെ പോലുള്ള എത്ര സഖാക്കൾ. ആ സഖാക്കളുടെ ചോരയുടെ നിറം കാണുമ്പോൾ ഒരു വഞ്ചന ഈ പാർട്ടിയോട് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അത് ടി.പി. ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ, പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആയിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങളുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് റിഫൈൻഡാണ്, പൊളിറ്റിക്കലായിട്ട് റിഫൈൻഡാണ്. പൊളിറ്റിക്കലായി റിഫൈൻഡ് ചെയ്തിട്ടുള്ള ഒരു മനസ്സിനെയും ഒരു രൂപത്തിൽ നിങ്ങൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല. ഞങ്ങളല്ലല്ലോ വിചാരിക്കുന്നത്, പാർട്ടിയല്ലേ. 75 വയസ്സ് കഴിയുമ്പോൾ ഔദ്യോഗിക ചുമതലകൾ വേണ്ടെന്ന് പാർട്ടിയല്ലേ തീരുമാനിച്ചത്, മാധ്യമങ്ങളല്ലല്ലോ. എന്ത് പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയാലും ശ്രീ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് മാത്രം അതിൽ നിന്നൊക്കെ ഇളവ് കൊടുക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വളർത്തിക്കൊണ്ടുവരാൻ CPM കഴിയാത്തത് കൊണ്ടാണോ? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആ എക്സംഷൻ കൊടുത്തത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പ്രതികരിക്കാൻ കഴിയാത്ത ഒരു അടിമക്കൂട്ടം അതിൽ നിന്ന് ആരൊക്കെയോ അല്പമെങ്കിലും വേറിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിനപ്പുറം ഇത്രമാത്രം വലിയ നയവ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചർച്ചയിൽ എഴുന്നേറ്റ് നിന്ന് എന്തായിരുന്നു നമ്മളുടെ പാർട്ടിയുടെ ഇത്രയും നാളത്തെ ലൈൻ, അതിന് ഘടകവിരുദ്ധമായിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടെടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിക്കാൻ പോലും ആർജവുമില്ലാത്ത ഒരു കൂട്ടം നടത്തിയ ഒരു പൊറാട്ട് നാടകം. അതങ്ങനെ സംഭവിക്കും. ഒരു ഗവൺമെന്റ് 10ാമത്തെ വർഷം അവതരിപ്പിക്കും പിണറായി വിജയൻ വന്നിട്ട് നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞത് പുളകം കൊണ്ട AK ബാലനോട് നല്ല നമസ്കാരം എന്നല്ലാതെ എനിക്ക് എന്ത് പറയാനാ? ആദ്യത്തെ വർഷമാണ് ഇത് പറയുന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അംഗീകരിക്കാം. ഒരു സർക്കാർ പരാജയപ്പെട്ട് പദ്ധതിയുടെ 50% വെട്ടിക്കുറച്ച്, പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള 1500 കോടി വെട്ടിക്കുറച്ച്, സ്കോളർഷിപ്പും അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റൽ ഫ്രീയും ഉൾപ്പെടെ കൊടുക്കാൻ കഴിയാതെ 6 മാസത്തെ പെൻഷൻ ചെറുവിരലിൽ നിർത്തി ഇനിയും പെൻഷൻ കിട്ടുമോയെന്നറിയാത്ത ഒരു കടത്തിൽ മുടിഞ്ഞ സർക്കാർ. സ്വാഭാവികം. കടത്തിൽ മുടിഞ്ഞ സർക്കാർ. നവകേരളം എന്ന് പറയും. എന്ത് നവകേരളം? ഷാനി അത് വായിച്ചു നോക്കിയോ? എന്താണ് നവം ആയിട്ട് എന്തായാലും അതിനകത്തുള്ളത്? നവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയത് വേണമല്ലോ. ഇവർ 20-25 വർഷക്കാലമായിട്ട് എതിർത്തിരുന്ന എല്ലാത്തിനെയും ഞങ്ങൾ ഇനി അനുവദിക്കും എന്ന് പറയുകയാണ്. ഇത് തിരുത്തൽ രേഖയല്ല. വളരെ കറക്റ്റ്. ഇനി കേരളത്തിലെ സഖാക്കന്മാർ എവിടെ പോയി പൊറോട്ട അടിക്കും എന്നറിയാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്ന് ഷാനി, പരാജയപ്പെട്ടൊരു കൂട്ടം തങ്ങളുടെ പരാജയം മറച്ചു വെക്കാൻ, സ്വന്തം അണികളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തിയ നാടകത്തിനപ്പുറം എന്താണ് ഷാനി ഇതിനകത്ത്? 5 പേജ് നവരേഖ വായിച്ചു. എനിക്കതിനകത്തൊന്നും നവമായി കാണാൻ പറ്റിയില്ല. പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? 1600 2500 ആക്കും എന്ന് പ്രകടന പത്രികയിൽ അടിച്ചവർ അതിപ്പോഴും കൊടുക്കാൻ കഴിയാതെ, 6 മാസം കൊടുക്കാൻ കഴിയാതെ, പിന്നെ പേത്താൻ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തുടങ്ങിയിട്ട് അതും കൊടുക്കാൻ കഴിയാതെ, എന്നിട്ട് കേന്ദ്രം ഞെരുക്കുന്നു. ഏത് കേന്ദ്രം? കേന്ദ്രം ഞെരുക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ പോയിട്ട് ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറയാൻ ഒരു 30 ലക്ഷം ഇറക്കുന്ന ഒരു ധൂർത്തുപുത്രനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടല്ലോ. ആ ധൂർത്തുപുത്രൻ അവിടെ ചെന്നിട്ട് കണക്ക് പോലും കയ്യിലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇന്ത്യയുടെ പാർലമെന്റിൽ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണം കേന്ദ്രം തരുന്നില്ല എന്ന് വിലപിക്കുന്ന സർക്കാരിന് ഒരു MP ഉണ്ടല്ലോ, CPM MP ഉണ്ടല്ലോ. ആ MP എന്തേ ഇന്ത്യയുടെ പാർലമെന്റ് ഉന്നയിച്ചില്ല? ഇവരിതാണോ ഈ നവകേരളം എന്ന് പറയുന്നത്? അഷ്ടിക്ക് വകയില്ലാത്തവൻ കാണിക്കുന്ന പേക്കൂത്തിനപ്പുറം മറ്റെന്താണ്? ഒരു നവത്തിന്റെ ആവശ്യമില്ല. ഈ പാർട്ടി കേരളത്തിൽ ഇല്ലാതെയായാൽ ഒരു സംശയവും വേണ്ട, കേരളം നവമായിക്കോളും. ഈ പാർട്ടിയാണ് നവകേരളത്തിന് ഏറ്റവും വലിയ തടസ്സം. 100% ഞാൻ യോജിക്കുന്നു. LDF വരും, എല്ലാം ശരിയാകും.